വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എണ്ണിത്തീർത്തിടാമോ അവൻ ചെയ്തത്. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. ആയിരമായി സ്തുതിച്ചിടുന്നേ, ആനന്ദഹസ്തങ്ങളെ ഉയർത്തി. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈസനെ. മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും. ഇത് വളരെയേറെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. ഇന്ന് നാം കാണുന്നതായ ഒരു കാര്യം ഉയർത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ബാഹുല്യമാണ്. ഏതൊരു മണ്ഡലമെടുത്താലും അവിടെ എല്ലാം നമുക്കിത് കാണാൻ സാധിക്കും. രാഷ്ട്രീയ മണ്ഡലമായിരുന്നാലും ആത്മീയ മണ്ഡലമായിരുന്നാലും എവിടെയൊക്കെ ചെന്നിരുന്നാലും ഈ കാര്യം തന്നെയാണ് നാം കാണുന്നത്. ഉയർത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ, മറ്റുള്ളവരുടെ മുൻപാകെ അധികാരം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെത്താൻ ഉയർത്തുന്ന ആളുകളുടെ എണ്ണം വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു. അധികാരങ്ങൾ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കൊണ്ട് ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു എന്ന് വേണം ചിന്തിക്കാൻ. ഏതെല്ലാം നിലയിലാണ് ആളുകൾ ഉയർത്തപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? തന്നെത്താൻ ഉയർത്തുന്ന ആളുകളുടെ എണ്ണം തന്നെ വളരെ അധികമാണ്. പണ്ടൊക്കെ ഇത് രാഷ്ട്രീയ മണ്ഡലങ്ങളിലാണ് കൂടുതലായി കണ്ടിരുന്നതെങ്കിൽ ഇന്ന് അതെല്ലാം മാറി ആത്മീയ മണ്ഡലത്തിൽ നാം അത് കാണാൻ തുടങ്ങിയിരിക്കുന്നു. തന്നെത്താൻ ഉയർത്തുന്ന ആളുകളുടെ ബാഹുല്യം എത്രയോ ഭയങ്കരമായ ഒരു കാര്യമാണ്. അങ്ങനെ തന്നെത്താൻ ഉയർത്തുമ്പോൾ മറ്റുള്ളവരെ മനഃപൂർവം ചവിട്ടി താഴ്ത്തി അങ്ങനെയും ഉയർത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളത് സങ്കടകരമായ ഒരു വസ്തുത തന്നെയാണ്. ദൈവവചനം പറയുന്നത് തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്നാണ്. അതേപോലെ തന്നെയാണ് തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും എന്നുള്ളതും. ഇത് ദൈവിക പ്രമാണമാണ്. ആരെല്ലാം ഈ ദൈവിക പ്രമാണത്തിന് അനുസരണമായി തന്നെത്താൻ ഉയർത്തുന്നുവോ അവരെല്ലാവരും താഴ്ത്തപ്പെടും. ഇത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് താഴ്മ കടന്നു വരുന്നത്. പലർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഇത് ദൈവിക പ്രമാണമാണെന്നും തന്നെത്താൻ താഴ്ത്തുന്നവനെയാണ് ദൈവം ഉയർത്തുന്നതെന്നുമുള്ള യഥാർത്ഥമായ ബോധ്യം ആർക്കാണോ ഉണ്ടാവുന്നത് അവർക്ക് മാത്രമേ തന്നെത്താൻ താഴ്ത്തപ്പെടുവാൻ, മറ്റുള്ളവരുടെ മുൻപാകെ എളിമപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. വലിയവനായ ദൈവം ഇതുതന്നെയാണ് നമ്മെ കാണിച്ചു തന്നത്. സകല മനുഷ്യരെയും ദൈവം പഠിപ്പിക്കുവാൻ ആഗ്രഹിച്ച കാര്യം ഇതുതന്നെയാണ്. അതായത് തന്നെത്താൻ താഴ്ത്തുക എന്നുള്ള പരമപ്രധാനമായ കാര്യമാണ് ദൈവം മനുഷ്യരെ പഠിപ്പിച്ചത്. കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും ഉന്നതനായിരുന്നവൻ ഏറ്റവും താണിറങ്ങി വന്നു. ദൈവരൂപത്തിലിരുന്നവൻ, സാക്ഷാൽ ദൈവമായിരുന്നവൻ താണിറങ്ങി ഒരു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ളതിലൂടെ ദൈവം നമ്മെ പഠിപ്പിച്ചതായ സത്യമെന്താണ്? നാം ഏറ്റവും എളിമപ്പെടണം എന്നും
ഏറ്റവും താഴ്മ ധരിക്കണം എന്നുമാണ്. എന്നാൽ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ പോലും തന്നെത്താൻ എളിമപ്പെടുവാനോ തന്നെത്താൻ താഴ്ത്തുവാനോ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് രാവിലെ ഈ ദൈവവചനം നമ്മോട് പറയുന്നതായ സത്യമെന്താണ്? നാം തന്നെത്താൻ താഴ്ത്തുന്നുവെങ്കിൽ ദൈവം നമ്മെ ഉയർത്തും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ ഉയർച്ച കാണുവാൻ സാധിക്കും. ദൈവത്താലുള്ള മാന്യത നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ദൈവം മുൻപാകെ നമ്മെ തന്നെ താഴ്ത്തി ഏറ്റവും എളിമപ്പെടുത്തണം എന്നും ദൈവവചനം നമ്മോട് പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 43-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു എന്നാണ്. നോക്കുക, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് പ്രമാണിമാരായവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെയാണ് ആഗ്രഹിച്ചത്. ഇന്ന് രാവിലെ ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നാം ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവം നമ്മെ മാനിക്കണം എന്നാണോ അതോ മനുഷ്യർ നമ്മെ മാനിക്കണം എന്നാണോ നാം ആഗ്രഹിക്കുന്നത്? ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ എല്ലാ മണ്ഡലങ്ങളിലും നാം നോക്കുമ്പോൾ മനുഷ്യരാലുള്ള മാന്യത കിട്ടുന്നതിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന മനുഷ്യരെയാണ് നാം കാണുന്നത്. അത് രാഷ്ട്രീയ മണ്ഡലമായിരുന്നാലും ആത്മീയ മണ്ഡലമായിരുന്നാലും സാംസ്കാരിക രംഗങ്ങളായിരുന്നാലും മതപരമായ കാര്യങ്ങളായിരുന്നാലും അവിടെ എല്ലാം നാം ഇത് തന്നെയാണ് കാണുന്നത്. എന്നാൽ തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനായിത്തീരും. നോക്കുക, ദൈവവചനം പറയുന്നു, വലിയവനായ ദൈവത്തെ ആര് മാനിക്കുന്നുവോ അവരെയാണ് ദൈവം മാനിക്കുന്നത്. അങ്ങനെ ദൈവം മാനിക്കുമ്പോൾ അതെത്ര വലിയ ഒരു മാന്യതയാണ്. മനുഷ്യരാലുള്ള മാന്യത എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ള കാര്യമാണ്. അത് നിമിഷാർദ്ധങ്ങൾ കൊണ്ടില്ലാതെയായി പോകുന്നതാണ്. ഏതാനും ചില നാളുകളിലേക്ക് മാത്രമേ ഈ മാന്യതയുള്ളൂ. ലോകപ്രകാരമുള്ള ഉന്നതമായ ഓരോ സ്ഥാനങ്ങളും ഒന്ന് എടുത്തു നോക്കുക. അധികാരത്തിൻ്റെ സ്ഥാനങ്ങളാണെങ്കിൽ പോലും അധികാരം വിട്ടൊഴിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പഴയതുപോലെ മാന്യത ലഭിക്കയില്ല. ഏതൊരു സ്ഥാനത്തിരിക്കുമ്പോഴും ഒരു പക്ഷെങ്കിൽ മാന്യത ലഭിച്ചെന്നിരിക്കാം. എന്നാൽ ആ കാലം കഴിഞ്ഞ് ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ യാതൊരു വിലയും അതോടുള്ള ബന്ധത്തിൽ നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യരാലുള്ള മാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊക്കെ താൽക്കാലികമായിട്ടുള്ള പദവികൾ മാത്രമാണ് എന്ന് ചിന്തിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. എന്നാൽ ദൈവം നമ്മെ മാനിക്കുന്നത് ഇങ്ങനെയേ അല്ല എന്ന് ദൈവവചനം നമ്മോട് പറയുകയാണ്. ലോകത്തിൻ്റെ മുൻപാകെ ഉയർത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ പല പല കാര്യങ്ങൾ ലോകത്തിൻ്റെ മുൻപാകെ കാണിച്ചു കൊടുക്കാറുണ്ട്. ഒരു പക്ഷേ കുടുംബ മഹിമയായിരിക്കാം, ഒരു പക്ഷെങ്കിൽ നേട്ടങ്ങളായിരിക്കാം, അധികാരങ്ങളായിരിക്കാം, പണമായിരിക്കാം, മറ്റെന്തെങ്കിലുമൊക്കെ കഴിവുകളായിരിക്കാം, സ്വാധീനമായിരിക്കാം. എന്നാൽ ദൈവം ഇതൊന്നുമല്ല നോക്കുന്നത് എന്ന് ദൈവവചനം പറയുന്നു. മനുഷ്യർ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്നുള്ളതാണ് പ്രമാണം. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് നോക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മെ ഉയർത്തുന്നവനാണ്. തക്ക സമയത്ത് നമ്മെ ഉയർത്തേണ്ടതിന് കർത്താവിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവാൻ നമ്മോട് ദൈവവചനം ആവശ്യപ്പെടുകയാണ്. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ മുൻപാകെ നമ്മെ തന്നെ താഴ്ത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവെ, ഞാൻ ഒന്നുമല്ല, ഏതുമല്ല, നിസാരനാണ്, നിസാരയാണ്. അവിടുന്ന് തന്നിട്ടുള്ളതല്ലാതെ എനിക്ക് യാതൊന്നുമില്ല. അവിടുന്ന് നൽകി തന്നിട്ടുള്ള കഴിവുകളല്ലാതെ എന്നിൽ യാതൊരു കഴിവുകളുമില്ല എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ ദൈവ മുൻപാകെയും മനുഷ്യരുടെ മുൻപാകെയും നമ്മെ തന്നെ ഏറ്റവും എളിമപ്പെടുത്തുവാനും
താഴ്ത്തുവാനും നമുക്കിടയായിത്തീരട്ടെ. അങ്ങനെ ദൈവം മുൻപാകെ താഴ്ത്തുന്നതിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും നമ്മെ ഉയർത്തുകയും ചെയ്യട്ടെ. അങ്ങനെ കർത്താവ് നമ്മെ മാനിക്കുന്ന ആ മാന്യത ഇന്നത്തെ ദിവസം ലഭിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ഇന്ന് രാവിലെ ഞങ്ങൾ ചിന്തിച്ച ഈ അനുഗ്രഹീതമായ ധ്യാന ചിന്തകൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ അവിടുത്തെ മുൻപാകെ താഴ്ത്തുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ തന്നെ ഉയർത്താതെ ഞങ്ങളെ എളിമപ്പെടുത്തുവാനും താഴ്ത്തുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്നെഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങൾ സ്വയം താഴ്ത്തുവാൻ, ദൈവത്താലുള്ള മാന്യതയെ മനുഷ്യരാലുള്ള മാന്യതയേക്കാൾ കൂടുതലായി കാണുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ. പാപികളെ തേടി വന്ന യേശു രക്ഷകൻ, പാപമില്ല ശുദ്ധർക്കായി ഇതാ വരുന്നേ. പാപികളെ തേടി വന്ന യേശു രക്ഷകൻ, പാപമില്ല ശുദ്ധർക്കായി ഇതാ വരുന്നേ. വരവിൻ ദിനം അതിസമീപം, വരവിൻ പ്രത്യാശയ നിറഞ്ഞിടമേ. വരവിൻ ദിനം അതിസമീപം, വരവിൻ പ്രത്യാശയ നിറഞ്ഞിടമേ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈശനെ. വാഴ്ത്തി സ്തുതിക്കുമെന്നും ഞാൻ എൻ്റെ താഴ്ചയിലോർത്തൈശനെ.